ഇയാളെ ഇനി ഏകാന്ത തടവിലായിരിക്കും പാർപ്പിക്കുക എന്നും അറിയുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രത്യേകതകൾ കൂടി ചോദിക്കാം. എന്താണ് ഈ ജയിലിൽ ഉള്ള കാര്യങ്ങൾ എന്ന്. നമുക്കൊപ്പം ലെവിൻ കെ വിജയൻ കൂടിയുണ്ട്. ലെവിനെ ഈ വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഗോവിന്ദച്ചാമിയെ. മാത്രമല്ല ഇയാളെ ഏകാന്ത സെല്ലിലാവും പാർപ്പിക്കുക എന്ന വിവരങ്ങളൊക്കെ വരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് വിയ്യൂരിലെ സുരക്ഷാ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞോ? വിവരങ്ങൾ പറയാം. സേതു, കേരളത്തിലെ കൊടും കുറ്റവാളികൾ, രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളികൾ ചിലരെ പാർപ്പിച്ചിട്ടുള്ള അതീവ സുരക്ഷാ ജയിലാണ് തൃശ്ശൂരിലെ വിയ്യൂർ അതീവ സുരക്ഷാ ജയിൽ. ഏകാന്ത തടവിലാണ് ഇവിടെ കൊടും കുറ്റവാളികളിൽ ഏറെ പേരും താമസിക്കപ്പെടുന്നത്. അതീവ സുരക്ഷാ ജയിലിൽ കമാൻഡോകളുടെ അടക്കം മുഴുവൻ സമയത്തിലുള്ള നിരീക്ഷണത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. നിലവിൽ 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുണ്ട് ജയിലിൽ. 125 പ്രതികൾ, കുറ്റവാളികൾ ഇപ്പോഴും ഈ ജയിലിൽ താമസിച്ചു വരുന്നുണ്ട്. അന്തേവാസികളാണ്. സെല്ലുകളുടെ ഉയരം തന്നെ 4.2 മീറ്ററോളം ഉയരത്തിലുള്ള സെല്ലുകളാണ്. അതായത് ഒരു തരത്തിലും ഇതിൽ നിന്ന് പുറത്തു ചാടി, അതായത് അഴികൾക്ക് മുകളിലൂടെ കയറി രക്ഷപ്പെടാനാവില്ലാത്തത്ര ഉയരത്തിൽ സെല്ലുകൾ ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സെല്ലിൽ ഫാനും കട്ടിലും CCTV ക്യാമറകളും ഒക്കെ ഓരോ സെല്ലിലുമുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. ഓരോ സെല്ലിനെയും നിരീക്ഷിക്കാൻ പ്രത്യേക CCTV ക്യാമറകൾ സജ്ജമാക്കിയിരിക്കുന്നു. ഒരു സെല്ലിൽ ഒരാൾ വീതമാണ്. തൊട്ടടുത്ത ഒരു സെല്ലിലേക്ക് ഒരാളുമായി സംസാരിക്കാനോ ആശയവിനിമയം നടത്താനോ ഒന്നും സാധിക്കാത്ത വിധത്തിലാണ് ഇവിടെ സെല്ലുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഭക്ഷണം നേരിട്ട് എത്തിച്ചു നൽകുന്നതാണ് വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിന്റെ രീതി. ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങൾ അതായത് ഈ കൊടുംകുറ്റവാളികളെ ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തിറക്കില്ല അല്ലേ? തീർച്ചയായും. അതായത് ഈ സെല്ലിനുള്ളിൽ പോലും അവർക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഇല്ലാതാക്കി അത്തരത്തിൽ ഇവരെ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന രീതിയാണ് അതീവ സുരക്ഷാ ജയിൽ. ഇനി അഥവാ ഏതെങ്കിലും കാരണവശാൽ പുറത്തേക്ക് ഇവർ ഇറങ്ങേണ്ടി വന്നാൽ 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവിൽ ഒരു മതിലുണ്ട്. ആ മതില് പുറത്തേക്ക് കടക്കണമെങ്കിൽ അതിന് മുകളിൽ 10 അടിയോളം ഉയരത്തിൽ വൈദ്യുതി വേലിയുണ്ട്, ഫെൻസിംഗ് ഉണ്ട്. അതിനെ മറികടന്നും അതിന് പുറത്തേക്ക് ഇറങ്ങാൻ 15 മീറ്റർ ചുറ്റളവിൽ ഇതേ ജയിൽ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ, അതായത് വിയ്യൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് സബ് ജയിലും വനിതാ ജയിലും സെൻട്രൽ ജയിലും അതീവ സുരക്ഷാ ജയിലും അടക്കം വിവിധ ജയിലുകളുടേതായിട്ടുള്ള ഒരു വലിയ ഏക്കർ കണക്കിന് ഭൂമിയിലുള്ള ഒരു ജയിൽ സമുച്ചയം തന്നെയാണ്. 4 ജയിലുകൾ ഒറ്റ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്നു. അതിനുള്ളിലെ ജയിലിലെ പ്രത്യേകതകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ കണ്ണൂർ ജയിൽ പോലെ അത്ര എളുപ്പമാകില്ല എന്ന് തന്നെയാണ് സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ ഗോവിന്ദച്ചാമിയെ ഇന്ന് തന്നെ വിയ്യൂരിലേക്ക് എത്തിക്കാനും അതീവ സുരക്ഷാ ജയിലിൽ വാഹനം അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ലെവിൻ, വിയ്യൂരിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാൻ. കണ്ണൂരിൽ നിന്ന് ഗോവിന്ദച്ചാമിയുമായിട്ടുള്ള വാഹനം വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്.